വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വർഗസമവാക്യങ്ങൾ എന്ന പാഠത്തിലെ പേജ് നമ്പർ 40 രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയാണിത് എളുപ്പത്തിൽ ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ. ചോദ്യം എങ്ങനെയാണ്: തുകയുടെ വർഗത്തെക്കുറിച്ചുള്ള പൊതുതത്വത്തിൽ ഒരു സംഖ്യ 2 എന്നെടുത്താൽ കിട്ടുന്ന ഉപതത്വം എന്താണ്? ഇതുപയോഗിച്ച് ചുവടെ പറയുന്നവ ചെയ്തു നോക്കുക. അതിലൊന്നാമത്തെ ചോദ്യം 22 എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം 52 എത്രയാണ്? മൂന്നാമത്തെ ചോദ്യം 22 സമം 625 ആണ്. അങ്ങനെ ആയാൽ 27 എത്രയാണ്? അപ്പോൾ നമ്മളെ ചോദ്യം എന്താ പറയുന്നുള്ളത്? തുകയുടെ വർഗത്തെക്കുറിച്ചുള്ള പൊതുതത്വം എന്നായിരുന്നു. തുകയുടെ വർഗത്തെക്കുറിച്ചുള്ള പൊതുതത്വം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചല്ലേ. എന്തായിരുന്നു അത്? എക്സ് കൂട്ടണം വൈ ഘാതം 2 സമം എക്സ് ഘാതം 2 കൂട്ടണം 2xy കൂട്ടണം y ഘാതം 2. ഇതാണ് നമ്മുടെ പൊതു തത്വം എന്ന് പറയുന്നത് അല്ലേ. ഇതുപയോഗിച്ചിട്ട് എന്ത് വേണം? ഒരു സംഖ്യ 2 ആയിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? y സമം 2 ആയിട്ട് എടുക്കാം. എന്താണ്? ഞാൻ y സമം 2 എന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ yൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. ഇവിടെ എന്ത് വരും? എക്സ് കൂട്ടണം 2 ഘാതം 2 അല്ലെ. y ഉള്ളിടത്ത് 2 കൊടുത്തു. അപ്പം എങ്ങനെ വരും? എക്സ് ഘാതം 2 അല്ലെ കൂട്ടണം 2 ഗുണിക്കണം എക്സ് ഗുണിക്കണം 2 കൂട്ടണം 2 ഘാതം 2 അല്ലെ. അപ്പം എന്ത് വരും? എക്സ് ഘാതം 2 കൂട്ടണം 2 ഗുണിക്കണം എക്സ് കൂട്ടണം 2. അപ്പം എത്രയാണ്? 2 ഗുണിക്കണം 2 4x കൂട്ടണം 2 ഘാതം 2 എന്ന് പറഞ്ഞാൽ 2നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പം എത്ര കിട്ടും? 2 ഗുണിക്കണം 2 എന്ന് പറഞ്ഞ ഉത്തരം 4 ആണ്. അപ്പം നമുക്ക് കിട്ടി അല്ലേ. എന്താണ് കിട്ടിയത്? എക്സ് കൂട്ടണം 2 ഘാതം 2 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ കൂട്ടണം 4x കൂട്ടണം 4 അല്ലേ. ഇതാ എക്സ് ഘാതം 2 സമം എക്സ് ഘാതം 2 എക്സ് കൂട്ടണം 2 സമം അല്ല എക്സ് കൂട്ടണം 2 ഘാതം 2 സമം എക്സ് ഘാതം 2 കൂട്ടണം 4x കൂട്ടണം 4 അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്താ പറയുന്നുള്ളത്? 22 ഘാതം 2 ഏത് തത്വം ഉപയോഗിച്ചിട്ട്? ഈ തത്വം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യണം അല്ലെ. അപ്പൊ 22 ഘാതം 2 നമുക്ക് എങ്ങനെ എഴുതാം? 20 കൂട്ടണം 2 ഘാതം 2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് ഇതേ തത്വം ഉപയോഗിച്ചാൽ എന്ത് വരും? എക്സിന്റെ സ്ഥാനത്ത് എത്രയാണ്? 20 അല്ലെ. അപ്പൊ എന്ത് വരും? എക്സ് ഘാതം 2 20 ഘാതം 2 കൂട്ടണം 4 ഗുണിക്കണം 20 ശരിയല്ലേ. 4 ഗുണിക്കണം 20 കൂട്ടണം 4 അല്ലെ. എന്താണ് നമ്മൾ ഈ തത്വം മുകളിൽ കിട്ടിയ ഉത്തരം വെച്ചിട്ടാണ് നമ്മളിവിടെ അതേ സൂത്രവാക്യം, അതായത് എക്സ് കൂട്ടണം 2 ഘാതം 2 എന്ന് പറഞ്ഞാൽ എക്സ് ഘാതം 2 കൂട്ടണം 4x കൂട്ടണം 4 അല്ലെ. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യാൻ പോകുന്നുള്ളത് അല്ലെ. അപ്പൊ എന്ത് വരും? 20 ഘാതം 2 എന്ന് പറഞ്ഞാൽ 2നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടും? 4 കിട്ടും. ഒരു പൂജ്യത്തിന് പകരം എന്ത് ചെയ്യുക? 2 പൂജ്യം ഇടുക. അപ്പൊ 400. 20 ഘാതം 2 എന്ന് പറഞ്ഞാൽ 400 ആണ്. പിന്നെ എന്ത് വേണം? 4 ഗുണിക്കണം 20 അല്ലെ. 4 ഗുണിക്കണം 20 എന്ന് പറഞ്ഞാൽ ഉത്തരം 80 കൂട്ടണം 4. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും ഉത്തരം? 400 കൂട്ടണം 80 കൂട്ടണം 4 484 അല്ലെ. അപ്പൊ 22 ഘാതം 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്തരം എത്ര കിട്ടി? 484 അല്ലെ. എന്നാൽ അടുത്ത ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? 52 ഘാതം 2 ആണ് അല്ലെ. 52 ഘാതം 2. അപ്പൊ അത് അങ്ങനെ എഴുതാം? 50 കൂട്ടണം 2 ഘാതം 2. ഇതേ ചോദ്യം എന്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാം. എന്താണ് ഇവിടെ? 50 ഘാതം 2 കൂട്ടണം 4 ഗുണിക്കണം 50 കൂട്ടണം 2 ഘാതം 2 അല്ലെ. 2 ഘാതം 2 എന്ന് പറഞ്ഞാൽ 4 ആണ് ഉത്തരം അല്ലെ. അപ്പം 50 ഘാതം 2 50 ഘാതം 2 നമ്മൾ ഇതിങ്ങനെ 50 ഗുണിക്കണം 50 എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ആദ്യം എന്ത് ചെയ്യുക? 5നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പം എത്ര കിട്ടും? 25 കിട്ടും അല്ലേ. നമുക്ക് ഏറ്റവും എന്താ പറയുക എളുപ്പത്തിൽ എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത് നോക്കുക. കുറേ സമയം എടുത്തിട്ട് ഉത്തരം ചെയ്യുന്നതല്ല, ഉത്തരത്തിലേക്ക് എത്തുന്നതല്ല. എന്ത് ചെയ്യണം? ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഉത്തരം കിട്ടാമെന്നാണ് നോക്കണം. അപ്പം 5നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പം 25 കിട്ടും. ഒരു പൂജ്യത്തിൻ്റെ ഘാതം 2 അല്ലെങ്കിൽ ഒരു പൂജ്യത്തിൻ്റെ സ്ക്വയർ 2 പൂജ്യം ആയിരിക്കും. അപ്പം 2500 കൂട്ടണം 4 ഗുണിക്കണം 50 എന്ത് ചെയ്യണം? 4നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. ഒരു പൂജ്യം കൂടി അവിടെ കൂട്ടിക്കൊടുത്താൽ മതി. അപ്പം എത്രയായി?
200 ഇത് നേരത്തെ തന്നെ 4 ഉണ്ടായിരുന്നു, ഞാൻ 2 ഘാതം 2 എന്നാണ് എഴുതി, അതിന് നമുക്ക് ഡയറക്റ്റ് 4 തന്നെ എഴുതാം. അപ്പം എന്ത് വരും? 2500 കൂട്ടണം 200 കൂട്ടണം 4. അപ്പം എന്തായി? 2500 ഒന്നിച്ച് 200 കൂട്ടിയാൽ എത്ര കിട്ടും? 2700. 2700ൻ്റെ കൂടെ 4 കൂടി കൂട്ടിയാൽ 2704. അപ്പം 52 ഘാതം 2 എന്ന് പറഞ്ഞാൽ 2704 ആണ് ഉത്തരം. അപ്പം ഇത്ര സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യം എന്തായിരുന്നു? 25 ഘാതം 2 സമം 625 ആയാൽ 27 ഘാതം 2 എത്രയാണെന്നാണ്. നമുക്കിത് എങ്ങനെയാണ് നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. 25 ഘാതം 2 സമം 625 ആയാൽ 27 ഘാതം 2 എത്രയായിരിക്കും എന്നാണ്. അപ്പം നമുക്ക് എന്ത് വേണം? 27 ഘാതം 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. 25 ഘാതം 2 എന്ന് പറഞ്ഞാൽ 625 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് 27 ഘാതം 2 എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം 27 ഘാതം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കിങ്ങനെ എഴുതാം. 25 കൂട്ടണം 2 എന്ന് എഴുതാം അല്ല. 25 കൂട്ടണം 2 ഘാതം 2. എന്തുകൊണ്ടാണ് ഞാൻ 25 കൂട്ടണം 2 ഘാതം 2 എന്ന് എഴുതിയത്? കാരണം നമുക്കിവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. 25 ഘാതം 2 എത്രയാണ്? 625 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ആ വാല്യൂ കൊടുത്താൽ, ആ വില കൊടുത്താൽ നമുക്കത് പെട്ടെന്ന് ഉത്തരം കിട്ടും. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ എടുത്തത്. അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതാം? 25 ഘാതം 2 കൂട്ടണം, പിന്നെന്തായിരുന്നു നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 ഗുണിക്കണം 25 ഗുണിക്കണം 2 അല്ലേ, കൂട്ടണം 2 ഘാതം 2. അപ്പം 25 ഘാതം 2 എത്രയായിരുന്നു? 625. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ. കൂട്ടണം 2 ഗുണിക്കണം 25 ഗുണിക്കണം 2. 2 ഗുണിക്കണം 2 എത്രയാണ്? 4. 4ന് 25 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 100 ആയിരിക്കും. ഇനിയോ 2 ഘാതം 2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ഇതെന്ത് കിട്ടും? 625 കൂട്ടണം 100 കൂട്ടണം 4. 625ൻ്റെ ഒന്നിച്ച് 100 കൂട്ടിയാൽ എത്രയായിരിക്കും ഉത്തരം? 725 അല്ലേ. 725 കൂട്ടണം 4 729. 729. അത്ര എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും.